ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആശ. മെഡിറ്റേഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്താണ് മെഡിറ്റേഷൻ? എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് മെഡിറ്റേഷൻ ഉള്ളത്? അതെങ്ങനെയാണ് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത്? എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്കിന്ന് നോക്കാം. വിവേകാനന്ദ സ്വാമിയുടെ പ്രശസ്തമായ ഒരു വരിയുണ്ട് മെഡിറ്റേഷനെ കുറിച്ച്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ഹോളി മെഡിറ്റേഷൻ ഹെൽപ്പ് ആസ് ടു ബേൺ ഔട്ട് ഓൾ മെന്റൽ ഇമ്പ്യൂരിറ്റീസ്. അതായത് നമ്മുടെ മനസ്സിന്റെ മാലിന്യങ്ങളെ കത്തി നശിപ്പിക്കാനുള്ള പവർ ഉണ്ട് മെഡിറ്റേഷൻ എന്ന്. അതായത് നമ്മുടെ മനസ്സിൽ കത്തി നശിപ്പിക്കേണ്ട മാലിന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് തോട്ട്സ് ആണ്. നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ ശരീരത്തിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതും നെഗറ്റീവ് തോട്ട്സുകൾ തന്നെയാണ്. അതിനെ നശിപ്പിച്ച് നമ്മുടെ മനസ്സിന് പ്യൂരിറ്റി, നമുക്ക് എന്താണ്, നന്മ നിറഞ്ഞൊരു മനസ്സാക്കി മാറ്റാം നമുക്ക് മെഡിറ്റേഷനിലൂടെ, അല്ലേ? ഇന്ന് നോക്കുക, നമ്മൾ മനുഷ്യർ എന്തിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അലയുന്നത്? മനസ്സിന്റെ ശാന്തിയും സമാധാനവും ശരീരത്തിന്റെ പരിപൂർണ്ണ ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, അലയുന്നത്. നമ്മൾ പലയിടത്തും അതിന് വേണ്ടിയിട്ട് പോയിരിക്കാറുണ്ട്, അല്ലേ? കടൽ തീരത്ത് പോകുന്നവരുണ്ട്, അമ്പലത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലും പോകുന്നവരുണ്ട്. പലയിടത്തും അവിടെയൊക്കെ നമുക്ക് ശാന്തി ലഭിക്കും, അല്ലെങ്കിൽ സമാധാനവും സന്തോഷവും ലഭിക്കും. തീർച്ചയായിട്ടും ലഭിക്കും, ഇല്ലെന്നല്ല. എന്നാലും യഥാർത്ഥ സന്തോഷം, സമാധാനം അത് എവിടെയാണ് കുടിയിരിക്കുന്നതെന്ന് അറിയോ? അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് കുടിയിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മളെ തന്നെ തിരിച്ചറിയണം, അല്ലേ? നമ്മളെ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ആത്മാവ്, നമ്മളെ തിരിച്ചറിയുമ്പോൾ നമ്മൾ നമ്മുടെ എന്താണ് പറയുന്നത്, വാക്കുകൾക്ക് അതീതമായ സന്തോഷം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതറിയാൻ, അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള സന്തോഷത്തെ, സമാധാനത്തെ, ആ ശാന്തിയെ തിരിച്ചറിയാൻ ഏറ്റവും നല്ല മാർഗമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു വ്യക്തിയെ വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. എൻ്റെ ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ, പണ്ട് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, ഞാൻ വളരെ വീക്കായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് സംസാരിക്കാനോ, അല്ലെങ്കിൽ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ പോലും ഭയങ്കരമായിട്ട് പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പം ഞാൻ തന്നെ വണ്ടി എടുത്ത് ഓടിച്ച്, സത്യം പറഞ്ഞാൽ എനിക്ക് ചില സമയത്ത് വിശ്വസിക്കാൻ പറ്റും ഇത്രയും മാറ്റങ്ങൾ. വണ്ടി എടുക്കുന്നത് കൊണ്ടല്ല, വണ്ടി എടുക്കണമെങ്കിൽ അത്രത്തോളം കോൺസെൻട്രേഷൻ ഒരു വ്യക്തിക്ക് വരണം, അത്രത്തോളം വിൽ പവർ, അതായത് കോൺഫിഡൻ്റ് ആയിരിക്കണം ആ വ്യക്തി. അപ്പോൾ ആ ഒരു ക്രോസ് ചെയ്യാൻ പോലും പേടിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും വണ്ടി തനിയെ എടുത്ത് നാഷണൽ ഹൈവേയിൽ ഓടിക്കുന്ന അത്രത്തോളം വിൽ പവർ, അല്ലെങ്കിൽ ആ കോൺസെൻട്രേഷൻ എനിക്ക് കിട്ടിയത് ഈ മെഡിറ്റേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ്. അതായത് മെഡിറ്റേഷൻ ഞാൻ ചെയ്തത് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തല്ല, അതിനു മുൻപ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ആർജിച്ചെടുത്ത വ്യക്തിയാണ് ഞാൻ. അപ്പോൾ മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഇനി മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതായത് സാധാരണക്കാരായ മനുഷ്യർ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്? ഒന്നുകിൽ കഴിഞ്ഞു പോയ കാലം, പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് അയ്യോ അതങ്ങനെ സംഭവിച്ചു പോയില്ല, അതങ്ങനെ ആയിപ്പോയില്ല, ഇങ്ങനെ ചിന്തിച്ച് വ്യാകുലപ്പെടുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? വരാൻ പോകുന്ന കാര്യം, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടുക. അതെന്താകും, അതെങ്ങനെ വരും, ഇങ്ങനെ ആകുലപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്ന ഒരു മനസ്സാണ് നമ്മൾ മനുഷ്യരുടെ, അല്ലേ? വെറുതെ അതുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് നമുക്കറിയില്ലേ? നമ്മൾ ചിന്തിക്കാറില്ല അതുകൊണ്ടൊരു ഗുണമില്ലെന്ന്. പക്ഷെ അതിലൊരു സുഖമാണ് അങ്ങനെ ചിന്തിക്കുക. സദാസമയം ഒന്നുകിൽ ചിന്തിച്ച് വിഷമിക്കുക, അല്ലെങ്കിൽ ചിന്തിച്ച് ആകാംക്ഷപ്പെടുക. അപ്പം ഇതിൽ നിന്നൊക്കെ മാറി നമ്മൾ ഈ പ്രസന്റ്, ഈ നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക, അല്ലെങ്കിൽ ഈ നിമിഷത്തെ ആസ്വദിക്കുക. അത് പലപ്പോഴും മനുഷ്യർ മറന്നു പോകാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചിന്തകളെ പ്രസന്റിൽ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിംഗ് കൂടെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അതായത് നമ്മൾ പ്രസന്റിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത്, അല്ലേ? ഈശ്വരൻ നമുക്ക് ജീവൻ നിലനിർത്തുന്ന ശ്വാസോച്ഛ്വാസത്തിലൂടെയാണ് നമ്മൾ, അല്ലേ? അപ്പോൾ ആ ശ്വാസോച്ഛ്വാസത്തെ, നമ്മുടെ ശ്രദ്ധയെ അവിടെ കൊണ്ടുവന്ന് പ്രസന്റിൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ട് നിർത്തുന്ന ഒരു മെഡിറ്റേഷനാണിത്. പലതരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ രീതിയിലാണ്. അതായത് ശ്വാസോച്ഛ്വാസത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന രീതി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചിന്തകൾ ഈ ആവശ്യമില്ലാത്ത ഈ യാത്രകളുണ്ടല്ലോ, ചിന്തയ്ക്ക് പാസ്റ്റിലോട്ടും അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ടുമുള്ള ഈ പരക്കം പാച്ചിൽ ഒന്ന് കുറച്ച് നമ്മുടെ പ്രസന്റിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളിലേക്ക്, നമ്മളുടെ ആത്മജ്ഞാനത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സമാധാനവും ശാന്തിയിലേക്ക് അതിനെ പ്രാപിക്കാനുള്ള ഒരു മാർഗം നമുക്ക് തെളിഞ്ഞു വരും, അല്ലെങ്കിൽ നമുക്കത് അനുഭവിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ എന്ത് ചെയ്യുക? നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ഇനി എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലെ വളരെ ശക്തിപ്പെടുത്താൻ, നമ്മുടെ മനസ്സിനെ വളരെ പവർഫുൾ ആക്കി മാറ്റാൻ മെഡിറ്റേഷന് സാധിക്കും? നമ്മുടെ ഉള്ളിലുള്ള ആങ്സൈറ്റി, സ്ട്രെസ്, ഇങ്ങനെയുള്ള ചില മാനസിക പ്രശ്നങ്ങളെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ,
അത് നമുക്ക് കിട്ടും. പിന്നെന്താണ് സ്ലീപ്പിംഗ്, നമ്മുടെ ഉറക്കമില്ലായ്മ, നല്ല ഉറക്കം കിട്ടും. ഉറക്കമില്ലായ്മയാണല്ലോ ഈ കാലഘട്ടത്തിൽ കൂടുതൽ പേരെ അലട്ടുന്ന ഒരു പ്രശ്നങ്ങളിലൊന്ന്. അപ്പം നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കും. ഇങ്ങനെ പല പല ജീവിതത്തിൻ്റെ ഏത് തലത്തിലെടുത്ത് നോക്കിയാലും അവിടെയൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സ്ഥിരമായ മെഡിറ്റേഷൻ തീർച്ചയായിട്ടും സാധിക്കും. ഇനി എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്, ഏത് സമയത്ത് ചെയ്യണം എന്ന് നോക്കുക. അതായത് നമ്മൾ എഴുന്നേറ്റ് 1 മണിക്കൂറിനകത്ത് ഒന്ന് ഫ്രഷായി, നമ്മൾ ശരീരമൊക്കെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം, കുളിക്കണം എന്ന് പറയുന്നില്ല, നമ്മളൊന്ന് ഫ്രഷ് ആകുക, ആ മുഷിച്ചിലൊക്കെ ഒന്ന് മാറുക. വസ്ത്രം മുഷിഞ്ഞതാണെങ്കിൽ ഒന്ന് മാറ്റി വയ്ക്കുക. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. അതിനനുസരിച്ച് നമ്മൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് വീടിൻ്റെ ഹാളിൽ, അല്ലേ, ഹാളിൽ അതാകുമ്പോൾ കുറച്ചുകൂടി വായു സഞ്ചാരം ഉണ്ടായിരിക്കും. അപ്പം ഹാളിലാണ് ഞാൻ സാധാരണ മെഡിറ്റേഷൻ ഇരിക്കാറുള്ളത്. അല്ലെങ്കിൽ ഓപ്പൺ ടെറസിൽ പോയി ഇരിക്കാറുണ്ട്. സമയമനുസരിച്ച് അരണ്ട വെളിച്ചമൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് ആ സമയത്ത് നമ്മൾ വെളിയിൽ ടെറസിലോ അല്ലെങ്കിൽ മുറ്റത്ത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഓക്കെ, ആ സമയത്ത് അവിടെ ഇരുന്ന് ചെയ്യാം. അപ്പം നല്ല വായു സഞ്ചാരം ലഭിക്കും. അധികം വെളിച്ചം അത്ര നല്ലതായിരിക്കും, ചിലർക്ക് ഓക്കെ ആയിരിക്കും. നമ്മുടെ കംഫർട്ടാണ്, അതനുസരിച്ച് ഇരിക്കുക. ഞാൻ ഹാളിലാണ് ഇരിക്കാറുള്ളത്, അല്ലെങ്കിൽ ഓപ്പൺ ടെറസിൽ ഇരിക്കാറുണ്ട്. എപ്പോഴും ഒരു സ്ഥിരമായൊരു പ്ലേസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതല്ല സാധിക്കുന്നില്ലെങ്കിൽ ഓക്കെ, പലയിടത്തായിട്ടിരിക്കാം. ഏറ്റവും നല്ലത് ഒരേ സ്ഥലത്ത് തന്നെ മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഇരിക്കുക. പതിയെ പതിയെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക. അതിനുശേഷം നമ്മുടെ ശ്വാസത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ശ്വാസം നമ്മൾ വളരെ വളരെ സാവധാനം നല്ലോണം ശ്വാസത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ ആ ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മൂക്കിലും ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്തൊക്കെ ഒരു നനവ്, അല്ലെങ്കിൽ ഒരു നനവ് ഫീൽ ചെയ്യുക. അത് നമ്മളൊന്ന് ഫീൽ ചെയ്യുക. അതാണ്ട് പ്രസൻറ്റിലേക്ക് വരികയാണ് നമ്മുടെ ശ്രദ്ധ. ആ ഒരു നനവ്, നേർത്ത ഒരു കുളിർമ, അത് ഫീൽ ചെയ്യുക. ഒരു 3-4 സെക്കൻഡ് ഉള്ളിൽ നമ്മൾ ഈ ശ്വാസത്തെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ ശേഷം പതിയെ നമ്മൾ ആ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. അപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കും ആ മൂക്കിൽ ചിലപ്പോൾ ചൂടായിട്ടായിരിക്കും, ചിലപ്പോൾ അത് നമ്മുടെ അറ്റ്മോസ്ഫിയർ അനുസരിച്ച് ആ ഒരു ശ്വാസത്തിൻ്റെ ആ ഒരു നമ്മുടെ മൂക്കിൽ തട്ടുന്നതും അത് ഫീൽ ചെയ്ത് പുറത്തേക്ക് വിടുക. ഇനി മറ്റൊരു ഇതുകൂടെ ഉണ്ട്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു വൈറ്റ് കളറിൽ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ഈശ്വര അംശമുള്ള ഒരു പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതായും, തിരിച്ച് നിശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവുകളെല്ലാം തന്നെ ഒരു കറുത്ത പുകയായിട്ട് പുറത്ത് പോകുന്നതായിട്ട് നമുക്ക് ഇതിനൊപ്പം ഇമാജിൻ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുള്ളത്. ഇങ്ങനെ ഒരു തുടക്കത്തിൽ നമ്മളൊരു 5 to 10 മിനിറ്റിനകത്ത് ചെയ്താൽ മാത്രം മതി. ആദ്യമേ 15, 20, അരമണിക്കൂറൊന്നും നമുക്ക് ചെയ്യേണ്ടതില്ല. അത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ 10 മിനിറ്റിന് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിനകത്ത് തന്നെ പലതവണ നമ്മുടെ മനസ്സ് ഇങ്ങനെ തിരിഞ്ഞു പോവുകയും ചെയ്യും. പതിയെ നമ്മൾ അതിനെ ബോധപൂർവ്വം വീണ്ടും ശ്വാസത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഇതെല്ലാം മനുഷ്യർക്ക് മെഡിറ്റേഷനിൽ വളരെ സിദ്ധികൾ നേടിയിട്ടുള്ള ആൾക്കാർക്ക് പോലും മനസ്സ് ഇങ്ങനെ ചഞ്ചലപ്പെടാറുണ്ട്. മനസ്സെന്ന് പറയുന്ന ഒരു കുരങ്ങനെ പോലെയാണെന്ന് കേട്ടിട്ടില്ല. അതിങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ പതിയെ തന്നെ കൊണ്ട് വീണ്ടും ശ്വാസഗതിയിൽ ശ്രദ്ധ കൊണ്ടുവന്ന് അങ്ങനെ ആദ്യം നിങ്ങൾക്ക് 5 മിനിറ്റോ അതിനകത്ത് ചെയ്യാം. പിന്നെ പതുക്കെ അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടി കൊണ്ടുവരിക. വാക്കുകളിൽ ഒതുങ്ങാത്ത മാറ്റങ്ങളാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ മെഡിറ്റേഷൻ കൊണ്ടുവരുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. ഞാനിപ്പോഴും എന്നും ഞാൻ മെഡിറ്റേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത്രത്തോളം മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ മെഡിറ്റേഷന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെഡിറ്റേഷൻ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് വരും. നെഗറ്റീവ് ചിന്തിക്കില്ല എന്നല്ല, നെഗറ്റീവ് ചിന്തിക്കുമ്പോഴും അതിലൊക്കെ ഒരു പോസിറ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള മനസ്സിൻ്റെ ഒരു ദൃഢത വന്നു ചേരും. അത് നമ്മുടെ മെഡിറ്റേഷൻ്റെ ഒരു പവറാണ്. അതായത് നമ്മളെപ്പോഴും സാധാരണക്കാർക്ക് എപ്പോഴും എന്താണ്, അതിനെക്കുറിച്ച് ചിന്തിച്ച് ആവലാതിപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി പകരം എന്ത് വന്നാലും എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, ടെൻഷനൊക്കെ വന്നാലും അതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു വിൽ പവർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വന്നു ചേരും. ഓൾവേസ് തിങ്ക് പോസിറ്റീവ്, ബിക്കോസ് നോ പോയ്സൺ ക്യാൻ കിൽ എ പോസിറ്റീവ് തിങ്കർ ആൻഡ് നോ മെഡിസിൻ ക്യാൻ ക്യൂർ എ നെഗറ്റീവ് തിങ്കർ. അതുകൊണ്ട് നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. എന്നാലും നെഗറ്റീവ് വന്നാലും അതിനെയൊക്കെ ഓവർകം ചെയ്ത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ മനസ്സിനെ കൊണ്ടെത്തിക്കുക.
ഈശ്വരൻ വരദാനമായി തന്ന ഈ ശരീരത്തെയും മനസ്സിനെയും വളരെ പവിത്രമായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ആർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിന് വേണ്ടിയിട്ടും ഇതിനെ നമ്മൾ വേദനിപ്പിച്ച് വെറുതെ പാഴാക്കി കളയരുത്. ഒരുപാട് ആഴത്തിലുള്ള അർത്ഥങ്ങളുള്ള ഒന്നാണ് മനുഷ്യൻ്റെ മനസ്സും ശരീരവും എന്ന് പറഞ്ഞാൽ. അതിനെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക. എല്ലാവരുടെ ജീവിതത്തിലും സമൃദ്ധിയും സന്തോഷവും ആരോഗ്യവും എല്ലാം ഈശ്വരൻ തന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വീഡിയോ നമ്മുടെ മെഡിറ്റേഷനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും ഇൻസ്റ്റഗ്രാം ഐഡിയും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അതുവഴി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ എത്തുന്നതാണ്. ചിലതന്നെ എല്ലാവർക്കും ബൈ.